ഞാൻ കോടിമത ബോട്ട് ചെട്ടിയിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ കോടിമത ഈ ബോട്ട് ചെട്ടിയിൽ നിന്ന് വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സർവീസ് ബോട്ട് ഓൾറെഡി ഉള്ളതായിരുന്നു. ആ വലിയൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിർഭാഗ്യവശാൽ ഇവിടെ ഈ പറയുന്ന ഈ പുഴയിലുണ്ടല്ലോ, ഇതിലൂടെ പോകുന്ന ഭാഗത്ത് പോള നിറഞ്ഞു കിടക്കുകയാണ്. പോള നിറഞ്ഞു കിടക്കുന്ന കാരണം ബോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ താൽക്കാലികമായിട്ട് ആ സർവീസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. താൽക്കാലികമാണ്. ഉടനെ അത് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തുപോലും ഒരാഴ്ചയ്ക്കകം തന്നെ ഇവിടെ വീണ്ടും സർവീസ് നടക്കും എന്നാണ് അവസാനം കിട്ടിയൊരു വിവരം. എന്തായാലും വലിയ പ്രതീക്ഷയോടെ വന്നതാണ്. ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ ഭാഗത്തുള്ള അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ അടിപൊളി തൂണുകളാണ് കേട്ടോ. ഈ പില്ലറൊക്കെ വളരെ ആകർഷകത്വമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്ടോ കോടിമാത ബ്രിഡ്ജ് അവിടെ കാണാം. ഈ ബ്രിഡ്ജ് കാണാനൊക്കെ നല്ല ഒരു വൈബാണ് കേട്ടോ. പഴയ ഒരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സൂചന ഇവിടെ ഉണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അടിപൊളി കാറ്റാണ് കേട്ടോ. ഇവിടെ ഒരാൾ കാറ്റേറ്റ് അനങ്ങാതെ കിടക്കും കേട്ടോ. അടിപൊളിയായിട്ട് ഉറങ്ങുവാണ്. ഇതിന് തൊട്ട് ഫ്രണ്ടിൽ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഇവിടെ DTPC ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പാർക്ക് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബോട്ട് ജെട്ടിയിലേക്ക് നമുക്ക് വരേണ്ടത്. അവിടെ തന്നെ ഒരു ദ ഹോംലി കഫേ എന്ന് പറയുന്നൊരു സ്നാക്സും കാര്യങ്ങളും വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പ് അവിടെ കാണാം. ഇവിടെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും ഇരുന്ന് ചായ കുടിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു കുറേ നല്ല അടിപൊളി വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വാഹന പാർക്കിങ്ങിനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഓഫീസും ഇവിടെ നമുക്ക് കാണാം. DTPCയുടെ നമുക്കിവിടെ തന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു. ഒരുപക്ഷെ സർവീസ് ഇല്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തേ ആകാം. ഇതാ ഇവിടെ ഒരു ആല് നിൽക്കുന്നു. നോക്കി, നല്ല വൃത്തിയുള്ളൊരു ആല് കേട്ടോ. ആരെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചുറ്റും കെട്ടിയിരിക്കുന്നുണ്ടോ, ഈ വേരെല്ലാം ഇറങ്ങി അല്പം നാശമായിട്ടുണ്ട് കേട്ടോ. ഈ കല്ല് മൊത്തം ഇളകിയിട്ടുണ്ട്. ഈ ഒരു നദി എന്ന് പറയുന്നത്, ഈ നദിയുടെ പേരെന്ന് പറയുന്നത് കൊടൂരാൻ റിവർ എന്നാണ് ഇതിൻ്റെ പേര്. എന്താ ഒരാൾ അങ്ങേ കരയിലേക്കൊരു വള്ളത്തിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പുള്ളിയെ വള്ളം അവിടെ അടുപ്പിച്ച് ചെറിയൊരു വള്ളം. PCK റെസ്റ്റോറൻറ്റ് വളരെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന ഈ തണൽ മരങ്ങൾ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ആ നദിക്കരയിൽ കാണുന്ന ആ ഒരു ബിൽഡിങ് ഗോഡൗണാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. വരുന്ന ആൾക്കാർക്കെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ അടിപൊളിയായിട്ട് DTPC ചെയ്തിട്ടിരിക്കുകയാണ്. സംഭവം ഇഷ്ടപ്പെട്ട്. ഇവിടെ കുറച്ച് കുളഞ്ഞിൽ എന്നൊക്കെയാണോ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ കുളഞ്ഞിൽ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഇതിങ്ങനെ ഫുട്പാത്ത് ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. ഒരു ഭംഗിയുണ്ട്. 250ഓളം മീറ്റർ ദൂരെ വരെ ഇതിൻ്റെ എൻഡ് കാണാൻ പറ്റും കേട്ടോ. നീളത്തിൽ കിടക്കാണ്. ഇവിടെ കുറച്ചങ്ങോട്ട് പോയി നോക്കാം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു വലിയൊരു ബിൽഡിംഗ് ഇവിടെ കാണാം. ഈ നദിയിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന ഒരു ബാൽക്കണി പോലെ കുറേ സംഭവമുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, അങ്ങേ ഭാഗത്ത് 1-2 കാണാൻ കഴിയുന്നുണ്ട്. നദിയിലോട്ട് ഇറങ്ങാനൊക്കെ സ്റ്റെപ്പുണ്ട്. ഇവിടെ നിന്ന് വേണേൽ കുളിക്കാം, തുണിയെ കഴുകാം കേട്ടോ. ഇത് കണ്ടോ, ആമ്പലാണ് ഇരിക്കുന്നത് കേട്ടോ. ആമ്പലാണോ താമരയാണോ തോന്നുന്നത്. ഇതവിടെ 2 താമര മൊട്ടുകളൊക്കെ കാണാം. ഒന്നും വിരിഞ്ഞിട്ടില്ല. വാക്ക് വേ ഇവിടെ അവസാനിച്ചിരിക്കുക. സംഭവം കൊള്ളാം കേട്ടോ. കോടിമാത വാട്ടർ പാർക്ക്. ഇതൊരു വാട്ടർ പാർക്ക് എന്ന നിലയ്ക്കാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. വെറുതെ ഒരു വാക്ക് വേ അല്ല. അടിപൊളി സ്ഥലം അവിടെ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുറേയൊക്കെ നാശമായിട്ടുണ്ട്, പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു മെയിൻ്റനൻസൊക്കെ നടത്താമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും. സൗത്ത് ഈസ്റ്റേൺ റോഡ് വേസ്. ഒരു എൻജിൻ ഘടിപ്പിച്ചൊരു വള്ളം ഇതാ പോകുന്നു. അടിപൊളിയായിട്ട് പോകണം. നല്ല സ്പീഡിലാണ് പോകണം കേട്ടോ. ആ വെള്ളം തെറിക്കുന്നുണ്ടോ. ശ്രീ അയ്യനാരപ്പൻ തുണൈ ഒരു ലോറിയാണ്. ഇതെങ്ങോട്ട് പോകാനുള്ള ലോറി? ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എங்கே പോകും? മദ്രാസിന് പോകും. എന്താ ഇതിൻ്റെ ഗുഡ്സ്? എന്താ സാധനം ഇത്? റബ്ബർ ചവിട്ടില്ലേ? ഓ, നമ്മുടെ ചപ്പൽ നിർമ്മിക്കുന്ന റബ്ബറാണതല്ലേ? ഇതിൻ്റെ ഗോഡൗണാണത്? ഗോഡൗണാ. ഓക്കെ. അണ്ണയുടെ പേരെന്നാ? അണ്ണയുടെ പേര്
ഗോവിന്ദരാജ്. ഓക്കെ. സേലത്താ സ്ഥലം? സേലമാണോ അങ്ങയുടെ സ്ഥലം? സേലം പക്കത്തില ഓണഞ്ചുട്ടൂർ. ഓണഞ്ചുട്ടൂർ എന്നൊരു സ്ഥലത്താണ് ഗോവിന്ദരാജ് അണ്ണയുടെ സ്ഥലം എന്ന് പറയുമ്പോൾ സേലത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വന്ന് ഇവിടെ இப்போ வந்து மணி 1 மணி 2 மணி இருக்கும். 1 மணி இருக்கும். 1 മണിക്ക് ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജ് കറക്റ്റായിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ട് തമിഴ് ആൾക്കാരോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. മലയാളം അറിയാത്ത ഒരാളാണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല. പുള്ളിക്കാരൻ മലയാളം കറക്റ്റായിട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ മലയാളം പോലും കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് മൈദയാണോ? ഗോതമ്പ്. ഞാനും കുറച്ച് മുമ്പേ അങ്ങോട്ട് പോയപ്പോഴേ അന്നെ കണ്ടില്ല. ഇപ്പം വന്നേ ഉള്ളായിരുന്നു. എൻ്റെ പേരെന്താണ്? രവി. ശരി. ദൂരം അടിപൊളി മീനെ മേടിച്ച്. അയ്യോ, അത് ക്യാമറ കിട്ടിയോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അടിപൊളി വലിയൊരു മീനാണ്. വാഗയതല്ലയോ? വാഗമീനാണെന്ന് അണ്ണൻ പറഞ്ഞത്. അവിടെ നേരത്തെ കണ്ട ആ പൂച്ച ഇപ്പോഴാണ്. കുറച്ച് സ്ഥലം അങ്ങോട്ട് മാറി കിടക്കുകയാണ് കേട്ടോ. ഈ ഇതോടോ ആതിര റെസിഡൻസി കൊള്ളാം. നമ്മൾ ഈ വഴി കയറി നമ്മളാ കോടിമത ബ്രിഡ്ജിനടുത്തേക്ക് പോവുകയാണ്. ഇതാ ബ്രിഡ്ജിലോട്ട് കയറുകയാണേ. കോടിമത ബ്രിഡ്ജാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ ബോട്ട് കെട്ടിയെ കാണാം. സംഭവം ഒരു അടിപൊളി നൈസായിട്ടുണ്ട്. കാർവാൻ തൊട്ടപ്പുറത്ത് കാണാം. ഇതിനോട് പാരലായിട്ട് വേറൊരു പാലം അവിടെ പണിയുന്നുണ്ട് കേട്ടോ. ഇതൊരു ഈ പാലത്തിൽ നല്ല തിരക്കാണ് കേട്ടോ. ആ സമാന്തരമായ ഒരു പാലം കൂടി വന്നെങ്കിലേ ഈ പറയുന്ന തിരക്ക് കുറയത്തുള്ളൂ. ഒരു ആനവണ്ടി കയറി വരുന്നുണ്ടോ. സംഭവം രസമുണ്ട്. അത് നോക്കേ, അവിടെ വെച്ച് താഴ്ന്ന ഭാഗമാണ് കേട്ടോ. ആ താഴ്ന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വരുന്നത് നല്ല സ്ലോപ്പിലാണ്. ഒരുമാതിരി ഒരു ഊഞ്ഞാല് പോലെ സാധനം. ഇതിൻ്റെ പേരെന്താണോ? പേര് ഞാൻ മറന്നുപോയി. നല്ല കളർഫുള്ളായ സാധനമാണ് കേട്ടോ. തൊട്ടിൽ പോലെ. ഇത് കുഞ്ഞുങ്ങൾക്കെല്ലാം കിടക്കാൻ പറ്റുന്നതാണ് തോന്നുന്നു. വിവിധ തരത്തിലുള്ള ക്യാപ്പുകളുണ്ട്. സൺഗ്ലാസസ്, മിറർ. ഇതിനെന്തുവാ പേര് പറയുന്നത്? ഇതിനൊക്കെ എന്തോ പേര് പറയുന്നത്? ഇതിനെന്തോ പേര് പറയുന്നത്? ഇതെന്താണ് ഈ സാധനം? ഊഞ്ഞാല്. ആ ഊഞ്ഞാല് തന്നെ. പ്രത്യേകിച്ച് വേറെ പേരൊന്നുമില്ലല്ലേ? വേറെ പേരൊന്നുമില്ല. എന്ത് ഇയാളുടെ പേരെന്തുവാ? ഇവിടെ പേരെന്തുവാ? ജോജോയോ? രാജു. ആ, യൂട്യൂബ്. പുള്ളിക്കാരൻ തമിഴല്ല. ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടുകാരനായിരിക്കുന്നു. ആന്ധ്രാക്കാരനാണ്. കരിമ്പിൻ ജ്യൂസാണ് അടിപൊളിയായിട്ടാ. ഇത് നിങ്ങളുടെ പേരെന്തുവാ? പേരെന്തുവാ? അപ്പോൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ആൾക്കാർ എന്താണ് UP സ്വദേശികളാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആ കോടിമത ബോട്ട് കെട്ടിക്ക് നേരെ ഓപ്പോസിറ്റ് വന്നു. ഇവിടെ നോക്കിയ പോലെ സംഭവം ഒരു സെറ്റ് സ്ഥലമാണ്. ഒരു കാറ് കിടക്കുന്നുണ്ടോ? കാറിൻ്റെ അവസ്ഥ. അങ്ങേ കരയിൽ നിന്ന് കണ്ട ഒരു ഗോഡൗണിൻ്റെ ഒരു പോർഷനേ VKC ചെരുപ്പുകളുടെ ഒരു ഗോഡൗണാണ് കേട്ടോ. VKC പ്രൈഡ്. അതിനകത്ത് ഇവരുടെ സ്റ്റോക്കെല്ലാം ഇഷ്ടമാതിരി ഇരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. നല്ല കൂളിംഗ് ആവുന്ന അനുഭവമാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ ചുമ്മാ അത് നടന്നു നോക്കാം. ഈ ഒരു ഗോഡൗൺ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കുറേ കാലമായിട്ട് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മുടെ അങ്ങേ കരയ്ക്ക് കണ്ട പോലെ ഒരു വാക്ക് വേ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വാക്ക് വേ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ഇടറോഡ് എന്നൊക്കെ സാധനം പറയത്തില്ല. അതേപോലെ ഒരു ചെറിയൊരു റോഡാണിത്. സൈഡിലാണ്ടോ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നാട്ടെ ഒരു വെള്ളം കിടക്കുന്നുണ്ടോ. കൊതുമ്പ് വെള്ളം എന്നൊക്കെ ഇതിന് പറയും. ഫൈബറാണ് കേട്ടോ. ഫൈബർ വെള്ളമാണ്. വല, ചെറിയ തുഴയൊക്കെ കാണാം. അതാണ്ട് ഈ നിൽക്കുന്ന പരുത്തിയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പരുത്തി. അതിനപ്പുറത്ത് മാറി പണ്ട് അത് വയലിലാണ്. ശരിക്കും പറഞ്ഞാൽ വയലാണത്. അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് വയലാണ്. ഒരു കാട് പോലെ കയറി കിടക്കുന്നു. ഇത് പണ്ടെന്ന് പറയുമ്പോഴേ ഇത് ചെറിയൊരു വരമ്പ് മാത്രമായിരുന്നു കേട്ടോ.
വരുമാത്രമായിരുന്നു. ഇപ്പം ഇവിടെയുള്ള വീട്ടുകാർ അവരെ വസ്തു ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് ഒരു വഴിയാക്കി മാറ്റിയതാണ്. ഈ ഒരു ഗോഡൗൺ എന്ന് പറയുന്നത് വളത്തിൻ്റെ കേട്ടോ, വള ഫാക്ടറിയുടെ ഒരു ഗോഡൗൺ ആണെന്നാണ് ഞാൻ ചോദിച്ച് പറഞ്ഞ്. ഞാൻ തിരിച്ച് കോടിമത ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. റെയിൽവേ സ്റ്റേഷൻ KSRTC സ്റ്റാൻഡിലൊക്കെ പോകേണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ച് കോട്ടയം ടൗണിലെത്തി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം.